പാലക്കാട് നിന്നും പറമ്പിക്കുളത്തേക്ക് കാലത്ത് 8 മണിക്ക് ഒരു 89 രൂപ ടിക്കറ്റിൽ ഒരു KSRTC യാത്ര. ലൈൻ ബസ്സിലാണ്, ഉല്ലാസയാത്രയായിട്ട് ആരും കാണരുത്. ടിക്കറ്റും എടുത്ത് ഫ്രണ്ടിൽ സീറ്റും പിടിച്ച് നമ്മളവിടെ ഇരിപ്പായി. ആദ്യം നമുക്ക് നമ്മുടെ സാരഥികളൊന്ന് പരിചയപ്പെടണ്ടേ, നമ്മുടെ സുദേവേട്ടനും സുബിഷേട്ടനും. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാൻ എന്നോട് പറഞ്ഞു തരും. പാലക്കാടിൻ്റെ സ്വന്തം ഇഡ്ഡലിയും വടയും പുളിയായിരുന്നു കേട്ടോ. അങ്ങനെ 8:20 ആയപ്പോഴേക്കും നമ്മുടെ വണ്ടി സ്റ്റാൻഡിൽ വിട്ട് യാത്ര തുടർന്നു. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ബസ്സിൽ. നമ്മൾ പാലക്കാട് നെൽവയലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഏകദേശം ഒരു 9:55 ആകുമ്പോഴേക്കും നമ്മൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലെത്തി. ഇതാണ് നമ്മുടെ പറമ്പിക്കുളം റൂട്ടിലെ ആനമല എത്തുമ്പോൾ ഉള്ള മാസാണി അമ്മൻ കോവിൽ. ഇതിന് പുറത്ത് അത്യാവശ്യം ആളുകൾ തിരക്കൊക്കെ കണ്ടിരുന്നു. റോഡരികിലെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളെ കേരള വണ്ടി KSRTC നമ്മൾ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. ബസ്സിലായതുകൊണ്ടേ വേറെ തടസ്സങ്ങളൊന്നുമില്ല. കാറിലാണെങ്കിൽ ഇവിടുത്തെ സ്ഥിതി അറിയാലോ, അടിമുടി പരിശോധന കഴിഞ്ഞ് നമ്മളെ ഈ കാടിനകത്തേക്ക് അവർ പറഞ്ഞേക്കുള്ളൂ. ഇനിയാണ് നമ്മുടെ സുദേവൻ ചേട്ടൻ്റെ മാസ് ഡ്രൈവിങ്. ഈ ഹെയർ പിന്നൊക്കെ എന്ത് ഈസി ആയിട്ടാണെന്നറിയോ മൂപ്പർ കൈകാര്യം ചെയ്യുന്നത്. KSRTCയിൽ മാത്രം 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആൾക്കുള്ളത്. വളരെ നീറ്റായ ഡ്രൈവിങ്. പാലക്കാട് ടു പറമ്പിക്കുളം യാത്രയിലെ സഞ്ചരിക്കുന്നതിൽ 50 കിലോമീറ്ററിലധികവും കാടാണ്. നമുക്ക് ഈ ചെറിയ പൈസയ്ക്ക് ഇത്രയും ദൂരം കാട്ടിലൂടെ സഞ്ചരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇത്രയും നമ്മുടെ കാനൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ഹെയർ പിന്നൊക്കെ താണ്ടി മുകളിലെത്തുമ്പോൾ ഒരു ഫീലല്ലേ. ആ ചൂടൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റിലേക്കാണ് നമ്മുടെ യാത്ര. ₹89 ഈ യാത്രയിൽ നല്ല സൗഹൃദം തന്ന കണ്ടക്ടർ സുബിഷേട്ടനോടും ഡ്രൈവർ സുദേവേട്ടനോടും അതേപോലെ തന്നെ പറമ്പിക്കുളം സ്റ്റേഷനിലെ ജേക്കബ് സാറിനോടും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. സൂപ്പറായി. അപ്പോൾ 12 മണിയായപ്പോൾ നമ്മൾ പറമ്പിക്കുളത്ത് എത്തിയിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടേ. നേരെ പോയി ഹോട്ടൽ ലക്ഷ്മിയിലേക്ക്. ഷൺമുഖവേലാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. നമ്മളെ പുഴമീനും കൂട്ടി നല്ലൊരു ഭക്ഷണം 100 രൂപയ്ക്ക്.